സൂര്യ, മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി സൂര്യയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. +2 മലയാളം ചോദ്യപേപ്പറിൽ അടിമുടി അക്ഷരത്തെറ്റുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആകെ 27 ചോദ്യങ്ങളുള്ള പേപ്പറിൽ 14 അക്ഷരത്തെറ്റുകളാണുള്ളത്. എങ്ങനെയാണ് സൂര്യ ഇത്തരത്തിലൊരു +2 മലയാളം ചോദ്യപേപ്പറിൽ ഇത്തരത്തിലുള്ള അക്ഷരത്തെറ്റുകളൊക്കെ വരുന്നത്? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? തീർച്ചയായിട്ടും മലയാളം അധ്യാപകരുടെ ഒരു പാനൽ തയ്യാറാക്കിയ ചോദ്യപേപ്പറിലാണ് ഇത്രത്തോളം ഒരു പിശക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 14ഓളം പിശക് ചോദ്യപേപ്പറിൽ ആകെ മൊത്തത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എത്തരത്തിൽ സംഭവിച്ചു, ആരാണോ ഉത്തരവാദി എന്നുള്ളത് നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മലയാളം ചോദ്യപേപ്പറിൽ തന്നെ വലിയ രീതിയിലുള്ള പിശക് സംഭവിച്ചത് ആകെ വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. അതായത് താമസം എന്ന വാക്ക് താസമമായിട്ടും അതുപോലെ തന്നെ സച്ചിനെ കുറിച്ചെന്നുള്ള വാക്ക് സച്ചിനെ കറിച്ചും എന്നൊക്കെയാണ് ഈ ചോദ്യപേപ്പറിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സയൻസ് എക്സാം കുട്ടികളെ കുറച്ച് പ്രയാസപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് മലയാളം ചോദ്യപേപ്പറിൽ തന്നെ ഇത്തരത്തിൽ പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി ലഭിക്കുന്നത്. എത്രത്തോളം ശ്രദ്ധാപൂർവമാണ് ചോദ്യപേപ്പറുകൾ അടക്കം അധ്യാപകർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ സമയത്ത് ഇത്തരത്തിൽ ചോദ്യപേപ്പറിൽ പിശക് സംഭവിക്കുമ്പോൾ പരിഗണിക്കപ്പെടുന്നത്, ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അത്തരത്തിൽ മലയാള ചോദ്യപേപ്പറിൽ തന്നെ പിശക് സംഭവിച്ചതിനെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വാക്കുകളിൽ തന്നെ വലിയ രീതിയിലുള്ള പിഴവ് മലയാളം ചോദ്യപേപ്പറിൽ ഉണ്ടായതിൽ എന്ത് മറുപടിയാണ് അത് തയ്യാറാക്കിയ അധ്യാപകർ ഉൾപ്പെടുന്ന പാനലിനുൾപ്പെടെ പറയാനുള്ളത് ഇതുൾപ്പെടെ തന്നെ ഏറെ നിർണായകമാണത് ചോദിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. നിസ്സാരമായിട്ടുള്ള വാക്കുകളിൽ മേലാണ് ഒരു അക്ഷരം മാറി ഇത്തരത്തിൽ പിശക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാളിദാസ്.